ഹലോ ഡിയർ ആസ്പിരൻസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള കൺവെൻഷണൽ ആയിട്ടുള്ള ബാങ്ക് റേറ്റ് എന്താണെന്ന് നോക്കി. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, വേരിയബിൾ റിസർവ് റേഷ്യോ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 2015 ഓൺവേർഡ്സ് നൗ ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഇപ്പം മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം സ്റ്റാൻഡേർഡ് പോളിസി റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 2% തൊട്ട് 6% വരെ ഇൻഫ്ലേഷനാണ് നമ്മുടെ രാജ്യം ടാർഗറ്റ് ചെയ്യുന്നത്. ശരിക്കും ടാർഗറ്റ് 4% ആണെങ്കിലും അതിൻ്റെ അകത്ത് ഈ ടോളറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ റേഞ്ച് വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ അത് കോസ്റ്റിൻ്റെ രൂപത്തിലാവാം, ക്വാണ്ടിറ്റിയുടെ രൂപത്തിലാവാം. അത് ബാങ്ക് റേറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും വേരിയബിൾ റിസർവ് റേഷ്യോ ആണെങ്കിൽ അത് ക്വാണ്ടിറ്റി ആസച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് പോളിസി റേറ്റ് ആയിട്ടുള്ള റിപ്പോ റേറ്റ് ഉൾപ്പെടെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ കൺവെൻഷണൽ ആയിട്ടുള്ള മോണിറ്ററി പോളിസീസ് എന്നറിയപ്പെടുന്ന റിപ്പോ റേറ്റ് എന്താണ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്താണ്, സ്റ്റെറിലൈസേഷൻ എന്താണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കേരള PSC ഈ ഭാഗത്തുനിന്ന് ഡിഗ്രി ലെവൽ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യും. കാരണം നിങ്ങൾക്ക് പ്രിലിംസിന് ഒരു പക്ഷേ ഇത് സിലബസിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഇപ്പോൾ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ്? ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതുപോലെ തന്നെ വേരിയബിൾ റിസർവ് റേഷ്യോ. ഓക്കെ, സോ ഇത് RBIയുടെ വെബ്സൈറ്റ് ആണ് കേട്ടോ. RBIയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ കറണ്ട് റേറ്റ്സ് എന്ന് പറയുന്നത്. അതിലോട്ട് നമുക്ക് വരാം. നമ്മൾ ഓൾറെഡി പഠിച്ച 2 റിസർവ് റേഷ്യോസ് ഉണ്ട്. ഏതൊക്കെയാണ്? CRRഉം SLRഉം. നിങ്ങൾ നോക്കിയാൽ മതി, CRRഉം SLRഉം. ഇത് മാറ്റം വരാറുണ്ട് ഇടയ്ക്ക്. അത് ഈ ബൈ മന്ത്ലി റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിൽ മാറ്റം വരുത്തുന്നത്. അപ്പോൾ CRRഉം SLRഉം കൂടെ ചേർത്ത് ഇപ്പോൾ എത്രയാണ്? 22% അല്ലേ. അപ്പോൾ CRRഉം SLRഉം അടങ്ങിയ വേരിയബിൾ റിസർവ് റേഷ്യോസ്, അതിനെ റിസർവ് റേഷ്യോസ് എന്നാണ് അറിയപ്പെടുന്നത്. വേരിയബിൾ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? RBI അത് വേരി ചെയ്യിക്കുന്നതുകൊണ്ടാണ്. അപ്പം വേരിയബിൾ റിസർവ് റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? അത് അബ്സോർപ്ഷനാണ്. വേരിയബിൾ റിസർവ് റേഷ്യോ കുറച്ച് കഴിഞ്ഞാലോ അത്രയും എമൗണ്ട് റിസർവ് മണിയിൽ നിന്ന് റിലീസ് ചെയ്ത് സിസ്റ്റത്തിലോട്ട് ലെൻഡിങ് പർപ്പസിനും മറ്റും ബാങ്കിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ആയിട്ട് വരികയാണ്. അത് ഇഞ്ചക്ഷനാണ്, എക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് പുതിയ കാലത്തിൻ്റെ കൺവെൻഷണൽ ആയിട്ടുള്ള അൺകൺവെൻഷണൽ ആയിട്ടുള്ള മെഷേഴ്സ് പഠിച്ചു തുടങ്ങാം. അതിൽ ആദ്യത്തേതാണ്, ഞാൻ 4 നമ്പർ ഇടുകയാണ്. ആദ്യത്തേതാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും റീസെൻ്റ് ആയിട്ട് ചില മാറ്റങ്ങളുണ്ട്, അതുൾപ്പെടെ പറയാം. റിവേഴ്സ് റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട്. സോ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, ഇതിനെ നമ്മൾ ലാഫ് എന്ന് വിളിക്കും. ഇതിൻ്റെ അബ്രിവേഷനാണ് LAF, ലാഫ്. ഓക്കെ, എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി? നിങ്ങൾ ആ പേര് ശ്രദ്ധിച്ചേ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ഫെസിലിറ്റിയാണ്. ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ളൊരു ഫെസിലിറ്റിയാണ്. ആദ്യമേ തന്നെ മനസ്സിലാക്കുക, ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സിസ്റ്റത്തിലെ ബാങ്കുകൾക്ക് നൽകുന്ന ഫെസിലിറ്റിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? സിസ്റ്റത്തിലെ ബാങ്ക്സിന് നൽകുന്നൊരു ഫെസിലിറ്റിയാണ് ഈ ലാഫ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അണ്ടർ ദിസ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ഫെസിലിറ്റിയുടെ പ്രത്യേകത? എന്താ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് ഇമ്പോസിഷൻ അല്ലല്ലോ, അത് അടിച്ചേൽപ്പിക്കുന്നതല്ലല്ലോ, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. See, if in your premise you have a water dispenser, it is a facility. If you are thirsty and you don't have water with you, you can go and fill your bottles or you can drink from it, right? So ആ നിലയ്ക്കൊരു ഫെസിലിറ്റി ആണെന്ത്? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി RBI ബാങ്ക്സിന് കൊടുത്തിട്ടുള്ള ഫെസിലിറ്റിയാണ്. ഇനി ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്ക്സിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്? ബാങ്ക്സിന് ലിക്വിഡിറ്റി ഷോർട്ടേജ് ഉണ്ടാവാം. ബാങ്ക്സിന് ലിക്വിഡിറ്റി ഷോർട്ടേജ് ഉണ്ടാവാം. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ബാങ്ക്സിന് ലിക്വിഡിറ്റി എക്സസും ഉണ്ടാവാം. ഇത് രണ്ടുമാണ് ലിക്വിഡിറ്റി പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എക്സസും ഉണ്ടാവാം, ലിക്വിഡിറ്റി ഷോർട്ടേജും ഉണ്ടാവാം. രണ്ടും പ്രശ്നമാണ്. ലിക്വിഡിറ്റി ഷോർട്ടേജ് തീർച്ചയായിട്ടും പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. ബാങ്ക്സിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള കറൻസി അവരുടെ വോൾസിൽ ഇല്ല എങ്കിൽ അവരുടെ ഡേ ടു ഡേ ബാങ്കിങ് എല്ലാം കോംപ്രമൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതിനാണ് ലിക്വിഡിറ്റി ഷോർട്ടേജ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡിറ്റി എക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ഇനഫ് മണി ഇൻ ദെയർ കസ്റ്റഡി ബട്ട് ദേ കനോട്ട് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, പല കാരണങ്ങളുമുണ്ട്. സോ അതൊരു പ്രോബ്ലമാണ്. ലിക്വിഡിറ്റി എക്സസും എന്താണ്? ഒരു പ്രോബ്ലമാണ്. സോ ഈ രണ്ട് പ്രശ്നങ്ങളെയും ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്, ലെറ്റ് മീ ഫിൽ മൈ ബോട്ടിൽ. സോ ആദ്യം നമുക്ക് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റിൽ ലിക്വിഡിറ്റി ഷോർട്ടേജ് എന്നുള്ള പ്രശ്നം എങ്ങനെയാണ് ബാങ്ക്സ് പരിഹരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റിൽ ലിക്വിഡിറ്റി ഷോർട്ടേജ് എന്നുള്ള പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
ലിക്വിഡിറ്റി ഷോർട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാങ്ക്സിന് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി അല്ലെങ്കിൽ കറൻസി ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിക്വിഡിറ്റി ഷോർട്ടേജ് എന്ന് വിളിക്കുന്നത്, അല്ലേ? സോ ആ ലിക്വിഡിറ്റി ഷോർട്ടേജ് മറികടക്കുന്നതിന് വേണ്ടി സാധാരണ ബാങ്ക്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇൻ്റർ ബാങ്ക് ലോൺസ് എടുക്കാറുണ്ട്. എന്താണ് ഇൻ്റർ ബാങ്ക് ലോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിലെ ബാങ്ക്സ് തമ്മിൽ എന്ത് ചെയ്യും? ലോൺസ് നൽകി സഹായിക്കും. ഇപ്പം ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് മറ്റൊരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ നിന്ന്, അത് പ്രൈവറ്റും ആവാം പബ്ലിക്കും ആവാം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഡേ ടു ഡേ ബേസിൽ എന്ത് ചെയ്യും? കടം വാങ്ങാറുണ്ട്. ഓക്കെ, അതിന് ഇൻ്റർ ബാങ്ക് ലോൺസ് എന്നാണ് പറയുന്നത്. ബാങ്കുകൾ തമ്മിൽ വാങ്ങുന്ന ലോൺസ് ആയിട്ട് ഇൻ്റർ ബാങ്ക് ലോൺസ്. ഇതിനായിട്ട് അവരൊരു കോൾ ഫെസിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു കോൾ ഫെസിലിറ്റിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് ഇതിനെ പറയാറുണ്ട്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്, ഇങ്ങനെ കൊടുക്കുന്ന ലോണിനെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് വിളിക്കാറുണ്ട്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയാറുണ്ട്. ഓർ എൽ സിംപ്ലി ഇതിനെ കോൾ മണി എന്ന് വിളിക്കാറുണ്ട്. എന്തെന്ന് വിളിക്കാറുണ്ട്? കോൾ മണി എന്ന് വിളിക്കാറുണ്ട്. അതായത് ഒരു ബാങ്ക് വിളിച്ചിട്ട് ഇപ്പോൾ ചോദിക്കും, മറ്റേ ബാങ്കിൻ്റെ അടുത്ത് ചോദിക്കും, ഡു യു ഹാവ് സർപ്ലസ് വിത്ത് യു? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ട്, ആ പൈസ തരുമോ? അപ്പോൾ അത് ഓവർനൈറ്റ് ഫെസിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാഫ് അല്ല ഇപ്പോൾ പറയുന്നത്, ലാഫ് ഒരു ഫെസിലിറ്റിയാണ്. അത് ബാങ്ക്സ് പ്രയോജനപ്പെടുത്താറുണ്ട്. അങ്ങനെ സാധാരണ പ്രയോജനപ്പെടുത്താത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലാഫ് ഫെസിലിറ്റിയിലേക്ക് പോകുന്നതിന് മുന്നേ ബാങ്ക്സ് ചെയ്യുന്ന ഏർപ്പാടാണത്, തമ്മിൽ ലോൺ എടുക്കാൻ പറ്റുമെന്ന് നോക്കും. അതിനെയാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. എന്താണ് ഷോർട്ട് നോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഷോർട്ട് നോട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയാണ്, എന്താണ്, ഇന്നത് നാളെ നിങ്ങൾക്ക് ഒരു 3 മണിക്കൂർ ലൈവ് ക്ലാസ് ഉണ്ട് എന്ന് പെട്ടെന്ന് ഞാൻ പറയുകയാണ്. അതെന്താണ്? അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. എന്താ? ഷോർട്ട് നോട്ടീസാണ്. കാരണം എന്താ? നിങ്ങൾ അതിന് വേണ്ടി തയ്യാറായിട്ടില്ല, അല്ലേ? നിങ്ങൾ പ്രിപ്പയർഡ് അല്ലല്ലോ. പെട്ടെന്നൊരു കാര്യം എന്ന് പറയുന്നതിനെയാണെന്ന് പറയുന്നത് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ ഒരു ബാങ്ക് പെട്ടെന്നൊരു ബാങ്കിനെ വിളിച്ച് ചോദിക്കുകയാണെന്ത്? ഫണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. സോ അത് കോൾ വഴിയാണ് വിളിക്കുന്നത്. സോ അങ്ങനെ കോൾ വഴി വിളിച്ച് ആവശ്യപ്പെടുന്ന പണമായതുകൊണ്ടും അങ്ങനെ നൽകുന്ന പണമായതുകൊണ്ടും അതിന് പറയുന്ന ഒരു പേരാണ് കോൾ മണി. അത് നാളെ തിരിച്ചു കൊടുക്കണം. ഈ മേടിച്ച ആൾ നാളെ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റ് കൂടെ കൊടുക്കണം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോൾ റേറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് കോൾ റേറ്റ്. സോ കോൾ മണി ആൻഡ് കോൾ റേറ്റ് എന്താണ്? ഇൻ്റർ ബാങ്ക് ലോൺസ് ആണ്. പക്ഷേ ഇതൊരു ഫെസിലിറ്റി ആണെങ്കിൽ പോലും, ഏതാണ് ഈ ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി, ഒരു ഫെസിലിറ്റി ആണെങ്കിൽ പോലും RBI ഈ ഫെസിലിറ്റി ബാങ്ക്സ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കുകളെ എത്തിക്കും. സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഇഫ് സിസ്റ്റത്തിലെ ബാങ്കുകൾക്കെല്ലാം ഈ പറയുന്ന പോലെ ഒരേ സമയത്ത് ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് വന്നാൽ എന്ത് ചെയ്യും? ബാങ്കുകൾക്ക് അന്യോന്യം സഹായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലിയർ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ അല്ല. ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചിട്ട് RBI നമ്മുടെ എക്കണോമിയെ ഒരു ലിക്വിഡിറ്റി ഡെഫിസിറ്റ് മോഡിലാണ് കീപ്പ് ചെയ്യുന്നത്. എന്താണ്? ഒരു ലിക്വിഡിറ്റി ഡെഫിസിറ്റ് മോഡിലാണ് RBI എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്കണോമിയെ കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1% ഓഫ് NDTL. ഞാൻ കഴിഞ്ഞ സെഷനിൽ തന്നെ പറഞ്ഞിരുന്നു, NDTL എന്ന് പറയുന്നത് ബാങ്കുകളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങൾ അതിന് ഇനി ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആയിട്ടും കണക്കാക്കണം. ഓക്കെ, എന്തായിട്ട് ഇവിടെ കണക്കാക്കണം? ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. NDTLൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. അതായത് സിസ്റ്റത്തിൽ ആവശ്യമുള്ള ലിക്വിഡിറ്റി എത്രയാണോ അതിൽ നിന്നും സിസ്റ്റത്തിലെ ബാങ്കുകളുടെ NDTLൻ്റെ 1% എന്താണ്? കുറച്ചാണ് RBI എന്ത് ചെയ്യുന്നത്? സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ശരിക്കും കോവിഡിന് മുന്നേ RBIക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ലിക്വിഡിറ്റി ഡെഫിസിറ്റ് മോഡിൽ നിന്നും ലിക്വിഡിറ്റി ന്യൂട്രലിലോട്ട് പോകണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല, കോവിഡ് കാരണം നടന്നില്ല. സോ സ്റ്റിൽ ഇറ്റ് ഈസ് ആക്ച്വലി മെയിൻറ്റെയിനിങ് അവർ സിസ്റ്റം ഇൻ എ ലിക്വിഡിറ്റി ഡെഫിസിറ്റ് മോഡ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എന്ത് വർക്കൗട്ട് ആവത്തില്ല? ഇൻ്റർ ബാങ്ക് ലോൺസ് വർക്കൗട്ട് ആവത്തില്ല. എന്ത് വർക്കൗട്ട് ആവത്തില്ല? ഇൻ്റർ ബാങ്ക് ലോൺസ് വർക്കൗട്ട് ആവത്തില്ല. ഓക്കെ, ഇത്രയും ധാരണ നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് ഈ ലിക്വിഡിറ്റി ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി ആരെ സമീപിക്കേണ്ടി വരും? RBIയെ സമീപിക്കേണ്ടി വരും. ആരെ സമീപിക്കേണ്ടി വരും? RBIയെ സമീപിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പലപ്പോഴും ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അത് പ്രത്യേകിച്ച് ബാങ്ക് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സാധാരണ ആളുകൾക്ക് ഈ ഡൗട്ടുള്ളത്. അത് RBIയുടെ ലെൻഡിങ് റേറ്റ് ആണെന്ന് പറയും. എന്താണ്? RBIയുടെ ലെൻഡിങ് റേറ്റ് ആണെന്ന് പറയും, ലോങ് ടേം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ബാങ്ക് റേറ്റും RBIയുടെ ലെൻഡിങ് റേറ്റാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന റിപ്പോ റേറ്റും RBIയുടെ ലെൻഡിങ് റേറ്റാണ്. അതിനുശേഷം പഠിക്കാൻ പോകുന്ന MSF റേറ്റും RBIയുടെ ലെൻഡിങ്, ഇതെല്ലാം RBI ബാങ്ക്സിന് കൊടുക്കുന്ന ലെൻഡിങ് റേറ്റാണ്. ഇത് ഓരോന്ന് എന്താണെന്ന് അറിയുന്നിടത്താണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ലെൻഡിങ് റേറ്റ് ബാങ്ക് റേറ്റിൻ്റെ മാത്രം ഡെഫിനിഷനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം RBI ബാങ്ക്സിന് കൊടുക്കുന്ന ലിക്വിഡിറ്റിക്ക് ഈടാക്കുന്ന നിരക്ക് തന്നെയാണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ഇനിയിപ്പം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ലാബ് ഫെസിലിറ്റി പ്രകാരം നമ്മുടെ സിസ്റ്റത്തിലെ ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി ഷോർട്ടേജ് ഉണ്ട് എങ്കിൽ ആ ലിക്വിഡിറ്റി ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി
ബാങ്ക്സിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഫെസിലിറ്റി എന്താണ്? ആ ഫെസിലിറ്റിയെ വിളിക്കുന്ന പേരാണ് റിപ്പോ ഫെസിലിറ്റി. ലിക്വിഡിറ്റി ഷോർട്ടേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫെസിലിറ്റിയാണെന്ത്? റിപ്പോ ഫെസിലിറ്റി. റിപ്പോ ഫെസിലിറ്റി എന്താണ് റിപ്പോ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫെസിലിറ്റി അണ്ടർ ലാഫ്. ഇറ്റ് ഈസ് എ ഫെസിലിറ്റി അണ്ടർ ലാഫ് ടു അഡ്ജസ്റ്റ് ഫെസിലിറ്റി അണ്ടർ ലാഫ് ടു അഡ്ജസ്റ്റ് ലിക്വിഡിറ്റി ഷോർട്ടേജ്. ലാഫ് ടു അഡ്ജസ്റ്റ് ലിക്വിഡിറ്റി ഷോർട്ടേജ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഡെഫിസിറ്റ് മറികടക്കുന്നതിന് വേണ്ടി സിസ്റ്റത്തിലെ ബാങ്കുകൾ റിപ്പോ ഫെസിലിറ്റി പ്രകാരം പ്രയോജനപ്പെടുത്തുന്ന ആ ഫെസിലിറ്റി ആണെന്തെന്ന് പറയുന്നത് ലാ ഫെസിലിറ്റി പ്രകാരം പ്രയോജനപ്പെടുത്തുന്ന ആ ഫെസിലിറ്റി എന്തെന്ന് പറയുന്നത് റീപ്പോ ഫെസിലിറ്റി എന്ന് പറയുന്നത്. റിപ്പോയുടെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾ അറിയണം. റിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാക്കുകളാണ്. റീപർച്ചേസ് ഓപ്ഷൻ എന്നാണ് റിപ്പോയുടെ ഫുൾ ഫോം. റീപർച്ചേസ് ഓപ്ഷൻ എന്താണ്? റീപർച്ചേസ് ഓപ്ഷൻ. അതാണെന്ത്? റിപ്പോ. റീപർച്ചേസ് ഓപ്ഷൻ റിപ്പോ. ഇതൊന്ന് വായിച്ചു നോക്കേ. റീപർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എന്തോ വിറ്റിട്ട് തിരികെ വാങ്ങിക്കോളാന്നല്ലേ അർത്ഥം. ഒറിജിനലി റിപ്പോ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റ് ഫെസിലിറ്റി ആയിരുന്നു. ഒറിജിനൽ റിപ്പോ ഫെസിലിറ്റി വാസ് ആൻ ഓവർനൈറ്റ് ഫെസിലിറ്റി. അതൊരു ഓവർനൈറ്റ് ഫെസിലിറ്റി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നപ്പോൾ ഒറിജിനൽ റിപ്പോ ഇല്ലേ? ഇന്ന് ഒറിജിനൽ റിപ്പോയും ഉണ്ട്. അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ റീപർച്ചേസ് ഓപ്ഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിലെ ബാങ്കുകൾ ഓവർനൈറ്റിൽ അവരുടെ ലിക്വിഡിറ്റി ഷോർട്ടേജ് ഇൻ്റർ ബാങ്ക് ലോൺസ് വഴി പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്ന കേസിൽ, അതായത് അവർക്ക് ലിക്വിഡിറ്റി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഷോർട്ടേജ് ഉണ്ടാവുന്ന പക്ഷം അവർ RBIയിൽ നിന്ന് എന്ത് ചെയ്യും? ബോറോ ചെയ്യും. RBIയിൽ നിന്ന് ബോറോ ചെയ്യും. ബാങ്ക്സ് എവിടെ നിന്ന് ബോറോ ചെയ്യും? അണ്ടർ റിപ്പോ ഫെസിലിറ്റി, അണ്ടർ ലാഫ് ഫെസിലിറ്റി. ഒന്ന് പറഞ്ഞേ, അണ്ടർ റിപ്പോ ഫെസിലിറ്റി, അണ്ടർ ലാഫ് ഫെസിലിറ്റി. 2 അണ്ടർ വന്നിട്ടുണ്ട്. അണ്ടർ റിപ്പോ ഫെസിലിറ്റി, അണ്ടർ ലാഫ് ഫെസിലിറ്റി. ഡ്യൂറിങ് ദ ടൈം ഓഫ് ലിക്വിഡിറ്റി ഷോർട്ടേജ് ബാങ്ക്സ് ബോറോ മണി ഫ്രം RBI. ഇത് വെറുതെ ബോറോ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ബാങ്ക്സിന് ഇങ്ങനെ ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എന്ത് കൊടുക്കണം? ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുക്കണം. എന്ത് കൊടുക്കണം? ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറയുകയാണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ പഠിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബാങ്ക്സ് ആർ ഇൻ ദ ഫോർ ഫ്രണ്ട്. ബാങ്ക്സ് മുന്നണിയിലുണ്ട്. എന്തിൻ്റെ? വെൻ RBI പെർഫോംസ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓഫ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അത് വാങ്ങിച്ചു കൂട്ടാൻ അതിൻ്റെ മുൻപന്തിയിലുള്ളത് ആരാണ്? ഈ ബാങ്ക്സ് ആണ്. അതിൻ്റെ മുൻപന്തിയിലുള്ളതാരാണ്? ഈ ബാങ്ക്സ് ആണ്. എന്തിനാണ് ബാങ്ക്സിന് ഇത്രയും ഗവൺമെൻറ് സെക്യൂരിറ്റി? ഒരു പർപ്പസ് നമ്മൾ കണ്ടു. എവിടാണ്? SLRല്ല 18% വരുന്ന SLR ഒബ്ലിഗേഷൻ അധികവും ബാങ്കുകൾ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തിലാ? ഗവൺമെൻറ് സെക്യൂരിറ്റി മുഖാന്തരമാണ്. സിമിലർലി ഈ റിപ്പോ ഫെസിലിറ്റി അണ്ടർ ലാഫ് ഫെസിലിറ്റി, റിപ്പോ ഫെസിലിറ്റി അണ്ടർ ലാഫ് ഫെസിലിറ്റി ടു അഡ്ജസ്റ്റ് ഫോർ ലിക്വിഡിറ്റി ഷോർട്ടേജ് ഈസ് എ കൊളാട്രൽ ഫെസിലിറ്റി. എന്താണ്? അതൊരു കൊളാട്രൽ ഫെസിലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈട് നൽകണം. ഈടായിട്ട് നൽകുന്ന എന്താണ്? അങ്ങോട്ട് നൽകുന്ന എന്താ? അങ്ങോട്ട് നൽകുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. ഇവിടെ ആരാടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്? ബാങ്ക്സ് അല്ലേ ഫണ്ട് റൈസ് ചെയ്യുന്നത്. പീപ്പിൾ ഹൂ വാണ്ട് മണി ആരാണ്? ബാങ്ക്സ് അല്ലേ. പീപ്പിൾ ഹൂ ഹാവ് മണി ആരാണ്? RBI അല്ലേ. ആർക്കാണോ പണത്തിന് ആവശ്യം അവരല്ലേ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്? ഗവൺമെൻറ് സെക്യൂരിറ്റിയാണ്. ആ ഗവൺമെൻറ് സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർക്ക് എന്ത് കിട്ടും? പണം കിട്ടും. ഇനി എന്തുകൊണ്ട് ഇതിനെ റീപർച്ചേസ് ഓപ്ഷൻ എന്ന് പറയുന്നു? ഇത് ഓവർനൈറ്റ് ആയതുകൊണ്ട് തന്നെ നാളെ ഈ കൊളാട്രൽ ബാങ്ക്സ് എന്ത് ചെയ്യും? ബാങ്ക്സ് റീപർച്ചേസ് ചെയ്യും. ഇങ്ങോട്ട് എന്ത് ചെയ്യും? തിരിച്ചു വാങ്ങും. റീപർച്ചേസ് ചെയ്യും. എന്ത്? ഗവൺമെൻറ് സെക്യൂരിറ്റി തിരിച്ചു വാങ്ങണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണ്ടേ? ക്യാഷും എന്തും കൊടുക്കണം? ഒരു റേറ്റും ആർക്ക് കൊടുക്കണം? RBIക്ക് കൊടുക്കണം. ക്യാഷ് പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റീപർച്ചേസ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്ക്സ് ഓവർനൈറ്റ് ബോറോ ചെയ്യുന്ന പണം പിറ്റേ ദിവസം തിരികെ നൽകണം. തിരികെ നൽകിയാൽ മാത്രമേ എന്ത് റീപർച്ചേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? തലേന്ന് കൊടുത്ത ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻസ്ട്രുമെൻറ്റ്സ് തിരികെ വാങ്ങാൻ സാധിക്കത്തുള്ളൂ. ആ തിരികെ വാങ്ങുമ്പം തലേന്ന് വാങ്ങിയ കാശിനോടൊപ്പം കൊടുക്കുന്ന ആ പലിശയാണെന്തെന്ന് വിളിക്കുന്നത്? റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. ആ റിപ്പോ റേറ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 6% സ്റ്റാൻഡേർഡ് പോളിസി റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് പോളിസി റേറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേ. ഒറിജിനൽ റിപ്പോ റേറ്റ് ഒരു ഓവർനൈറ്റ് ഫെസിലിറ്റിയാണ്. ഇന്ന് വാങ്ങി നാളെ സെറ്റിൽ ചെയ്യണം.
അതൊരു കൊളാട്രൽ ഫെസിലിറ്റിയാണ്. കൊളാട്രൽ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബാങ്ക്സ് എന്ത് കൊടുക്കേണ്ടി വരും? ഗവൺമെൻറ് സെക്യൂരിറ്റി നൽകേണ്ടി വരും. പിറ്റേന്ന് അത് റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് പണം മാത്രം കൊടുത്താൽ മതിയോ? പണം മാത്രം കൊടുത്താൽ പോരാ, അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റും കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓർ എൽ സിംപ്ലി നിങ്ങൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ലെൻഡിങ് റേറ്റ് ഓഫ് RBI അണ്ടർ ലാബ് ഫെസിലിറ്റി. അത്രയും പഠിച്ചാലും മതി. നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ അറിയത്തില്ലെങ്കിൽ ഇത്രയും മാത്രം അറിഞ്ഞാലും മതി. എന്താണ്? ഇറ്റ് ഈസ് ദ ലെൻഡിങ് റേറ്റ് ഓഫ്, കാരണം വേറെ ഫെസിലിറ്റീസും ഉണ്ട്. ലാബ് ഫെസിലിറ്റിയിലെ ലെൻഡിങ് റേറ്റ് ആണെന്ത്? റിപ്പോ റേറ്റ്. ഇറ്റ് ഈസ് ദ ലെൻഡിങ് റേറ്റ് ഓഫ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടു ബാങ്ക്സ് അണ്ടർ ലാബ് ഫെസിലിറ്റി. അണ്ടർ ലാബ് ഫെസിലിറ്റി. It is the lending rate of RBI to banks under LAP facility. It is the lending rate of RBI to banks under LAP facility. ഇതാണെന്ത്? ഇതാണ് ഈ പറയുന്ന പോലെ റിപ്പോ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതാണെന്ത്? റിപ്പോ ഫെസിലിറ്റി എന്ന് പറയുന്നത്. സോറി, ഇതാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി ഇതിൻ്റെ അകത്തൊരു എക്സ്ട്രാ പോയിന്റ്, അധികം ആരും പറയാത്തൊരു പോയിന്റ്, ക്യാൻ RBI ബോറോ ക്യാൻ ബാങ്ക്സ് ബോറോ unlimited fund from RBI, unlimited funds from RBI under repo facility, under lab facility. Can RBI borrow unlimited funds from RBI? Can banks borrow unlimited funds from RBI under repo facility, under lab facility? ചോദ്യം മനസ്സിലായോ? സിസ്റ്റത്തിലെ ബാങ്കുകൾക്ക് ഈ റിപ്പോ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട്, ലാബ് ഫെസിലിറ്റിയുടെ കീഴിലുള്ള റിപ്പോ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് ബോറോ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ദ ആൻസർ ഈസ് നോ, പറ്റത്തില്ല. അൺലിമിറ്റഡ് ബോറോയിങ് പറ്റത്തില്ല. അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിനെന്തുകൊണ്ട്? ദർ ഇസ് എ ലിമിറ്റ്. ആൻഡ് വാട്ട് ഈസ് ദ ലിമിറ്റ്? ലിമിറ്റ് ഓർത്ത് വെച്ചേക്കുക, 1% ഓഫ് NDTL. ഓരോ ബാങ്കുകളുടെയും NDTLൻ്റെ 1% മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒറിജിനൽ റിപ്പോ പ്രകാരം ബോറോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം, ക്യാൻ ദ ബാങ്ക്സ് ബോറോ 1% ഓഫ് NDTL അണ്ടർ ഒറിജിനൽ റിപ്പോ ഫെസിലിറ്റി? ഈ 1%ഉം റിപ്പോ റേറ്റ് ആയിട്ടുള്ള 6% ഇപ്പോൾ ബോറോ ചെയ്യാൻ പറ്റുമോ? അതും പറ്റത്തില്ല. കാരണം ഈ റിപ്പോ ഫെസിലിറ്റി ഇപ്പോൾ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് റിപ്പോ എന്നും ടേം റിപ്പോ എന്നും. എന്താണ് ഫിക്സഡ് റിപ്പോ എന്നും ടേം റിപ്പോ എന്നും? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഫിക്സഡ് റിപ്പോ റേറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞ 6%. അതായത് നോക്കേ, ഈ സ്റ്റാൻഡേർഡ് പോളിസി റിപ്പോ റേറ്റ് ആയിട്ടുള്ള 6% ആക്ച്വലി എന്താണ്? അത് ഫിക്സഡ് റിപ്പോ റേറ്റാണ്. ഇവിടെ ടേം റിപ്പോ റേറ്റ് ഇവിടെ എവിടെയും കൊടുത്തിട്ടില്ലല്ലോ. ദിസ് ഈസ് ഫിക്സഡ് റിപ്പോ റേറ്റ് ആണെന്ത്? 6% എന്ന് പറയുന്നത്. ഫിക്സഡ് ഇൻ ദ സെൻസ് ദാറ്റ് ദർ ഈസ് സംതിങ് എൽസ് നോൺ ആസ് ടേം റിപ്പോ. ഓക്കെ, ഇതാണ് ഒറിജിനൽ റിപ്പോ റേറ്റ്. ഫിക്സഡ് റിപ്പോ റേറ്റ് ആണ് ഒറിജിനൽ റിപ്പോ റേറ്റ്. ഇനി ടേം റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞൊരു റേറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ടേം റിപ്പോ ഫെസിലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1% ഓഫ് NDTL ആണല്ലോ റിപ്പോ വഴിയുള്ള ആകെ ബോറോയിങ്. 1% ഓഫ് NDTL ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 1%നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 25% ഓഫ് 1%ഉം ബാക്കി എത്ര? 75% ഓഫ് 1%. എന്ന് പറയുമ്പം 0.25% ഓഫ് NDTL എന്നും 0.75% ഓഫ് NDTL എന്നും അത് മാറും. കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ മാക്സിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1%ൻ്റെ 25% അല്ലെ 0.25% ഓഫ് NDTL, ഈ 1%ൻ്റെ 75% 0.75% ഓഫ് NDTL. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ 0.25% ഓഫ് NDTL മാത്രമേ ഇന്ന് എന്ത് ഫെസിലിറ്റി വഴി ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒറിജിനൽ റിപ്പോ ഫെസിലിറ്റി പ്രകാരം ഇപ്പോൾ 6% കിട്ടത്തുള്ളൂ. ബാക്കി 0.75 അല്ലെങ്കിൽ 75% ഓഫ് 1% എന്ന് പറയുന്നത്, 1% ഓഫ് NDTL എന്ന് പറയുന്നത് ബിഡ് ചെയ്യണം. ബാങ്ക്സ് എന്ത് ചെയ്യണം? അത് കിട്ടണമെങ്കിൽ, ആ തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ബിഡ് ചെയ്യണം. അതൊരു റേറ്റാണ്. ബിഡ് ചെയ്ത് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. ലേലം വിളിക്കേണ്ടതായിട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ NDTL 100 കോടി ആണ് എങ്കിൽ, 100 കോടി രൂപയാണ് എങ്കിൽ, ശരിക്കും 1% ഓഫ് NDTL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 1 കോടി രൂപ വരെ എന്ത് ചെയ്യായിരുന്നു? ബോറോ ചെയ്യായിരുന്നു. ഇമാജിൻ, പണ്ട് 1 കോടി രൂപ വരെ റിപ്പോ ഫെസിലിറ്റിയിൽ ബോറോ ചെയ്യായിരുന്നു.
ഇന്ന് അത്രയും പറ്റുമോ? പറ്റത്തില്ല. ഇന്ന് 25 ലക്ഷം റിപ്പോ ഫെസിലിറ്റിയിൽ ബോറോ ചെയ്യാം, ബാക്കി 75 ലക്ഷം രൂപ ടേം റിപ്പോ ആയിട്ടേ ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ്? ടേം റിപ്പോ ഫെസിലിറ്റി ആയിട്ടേ ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ടേം റിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടേം റിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പീരീഡാണ്, ഓവർനൈറ്റ് അല്ല. എന്താണ്? ഒരു 13 ഡേയ്സ് പീരീഡാണ്, ഒരു 13 to 14 ഡേയ്സ് പീരീഡാണ്. ലോങ് ടേം ആണ് ഇൻ എ സെൻസ്. വലിയ ലോങ് ടേം ഒന്നുമല്ല, ഒരു 10-13 ദിവസം വരെ എന്ത് ചെയ്യാം, ഈ പൈസ കൈ വെച്ചിട്ട് സെറ്റിൽ ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഒരു 100 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ. ആ 1 കോടി രൂപയുടെ ബോറോയിങ് ലിമിറ്റ് 1 കോടി രൂപയാണെങ്കിൽ 25 ലക്ഷം മാത്രമേ 6% കിട്ടത്തുള്ളൂ. ബാക്കി 75 ലക്ഷം രൂപ ലേലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഹയർ ആയിരിക്കും. അപ്പോൾ എത്രയിലായിരിക്കും തുടങ്ങുന്നത്? 6% കഴിഞ്ഞ് തുടങ്ങും. എവിടെ വരെ പോവും അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിപ്പോ ഫെസിലിറ്റി. ലാബ് ഫെസിലിറ്റിയുടെ കീഴിലുള്ള റിപ്പോ ഫെസിലിറ്റി ഇതാണ്. നമുക്കിനി പഠിക്കാനുള്ളത് റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റിയാണ്. ഓക്കെ, റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ലാഫിൻ്റെ കീഴിൽ ആദ്യം വരുന്നതായതുകൊണ്ടാണ് ഞാൻ എന്നിട്ടത്. ലാഫിൻ്റെ കീഴിൽ അടുത്തതാണെന്ത്? റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി. റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി എന്താണ്? റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ലാബ് ഫെസിലിറ്റിയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ബാങ്കുകൾ ഉപയോഗിക്കുന്നത്? ലിക്വിഡിറ്റി എക്സസ് ഉണ്ടാവുന്ന സമയത്ത് വാട്ട് ക്യാൻ ബി ഡൺ വിത്ത് ദാറ്റ് ലിക്വിഡിറ്റി എക്സസ്? ആ ലിക്വിഡിറ്റി എക്സസ് എന്ത് ചെയ്യും എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്. എന്താണ് റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത്? സോ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി പ്രകാരം നിങ്ങൾ മനസ്സിലാക്കണം, റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി പ്രകാരം ഈ ലിക്വിഡിറ്റി എക്സസ് ബാങ്ക്സിന് എവിടെ പാർക്ക് ചെയ്യാം? ബാങ്ക്സിന് RBIയിൽ പാർക്ക് ചെയ്യാം. നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കിലും പഠിച്ചിട്ടുള്ളത് വേറെ രീതിയിലാണ്. ആ തെറ്റ് നിങ്ങളൊന്ന് തിരിച്ചറിയണം. നിങ്ങൾ നേരത്തെ റിപ്പോ റേറ്റിന് എന്താണ് പറഞ്ഞേ? ഇറ്റ് ഈസ് ദ ലെൻഡിങ് റേറ്റ് ഓഫ് RBI ടു ബാങ്ക്സ് അണ്ടർ ലാബ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു. ലാബ് ഫെസിലിറ്റിയുടെ കീഴിലുള്ള RBI ബാങ്ക്സിന് നൽകുന്ന വായ്പാ നിരക്കാണ് റിപ്പോ റേറ്റ്. ദാറ്റ് ഈസ് കറക്റ്റ്, നോ പ്രോബ്ലം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി, സാധാരണ ടെക്സ്റ്റിലും ഈ പറയുന്ന പോലെ റാങ്ക് ഫയൽസിലും സ്റ്റാൻഡേർഡ് അല്ലാത്ത ബുക്സിലും ഒക്കെ കിടക്കുന്ന ഒരു ഡെഫിനിഷൻ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ദ ബോറോയിങ് റേറ്റ് ഓഫ് RBI ഫ്രം ബാങ്ക്സ്. ഇറ്റ് ഈസ് ദ ബോറോയിങ് റേറ്റ് ഓഫ് RBI ഫ്രം ബാങ്ക്സ്. അത് ടെക്നിക്കലി തെറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ പൈസ അടിക്കാനുള്ള കമ്മട്ടം വരെയിരിക്കുന്ന ആരുടെയില്ല? RBIയുടെ. RBI എന്തിനാണ് ഈ ദരിദ്രവാസി ബാങ്കുകളുടെ നിന്ന് കടം മേടിക്കേണ്ട കാര്യം എന്തുവാ? RBI കടം മേടിക്കുമല്ല, കടം മേടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ല. RBIക്ക് ബോറോ ചെയ്യേണ്ട ഗതികേടില്ല. ബാങ്ക്സ് എന്താ ചെയ്യുന്നത്? ബാങ്ക്സിന് RBI ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുകയാണ്. എന്ത് ഫെസിലിറ്റി? ബാങ്ക്സിൻ്റെ കയ്യിലുള്ള ലിക്വിഡിറ്റി എക്സസ് ബാങ്ക്സിന് എന്ത് ചെയ്യാം? RBIയിൽ പാർക്ക് ചെയ്യാം. ദേ ക്യാൻ കീപ് ദ എക്സസ് മണി. അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ ബാങ്ക്സ് അതിന് അങ്ങോട്ട് എന്ത് കൊടുക്കും? ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ആയിട്ടൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും. അതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അല്ലാതെ RBIക്ക് ബാങ്ക്സിൻ്റെ നിന്ന് ബോറോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ലിക്വിഡിറ്റി അബ്സോർപ്ഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം ബോറോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ പഠിക്കാനുള്ള എളുപ്പത്തിന് അങ്ങനെ പഠിച്ചോ. ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇറ്റ് ഈസ് എ ഫെസിലിറ്റി അണ്ടർ ദിസ് റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി ഈസ് എ ഫെസിലിറ്റി അണ്ടർ ലാബ് ഫെസിലിറ്റി വിത്ത് വിച്ച്, ഞാൻ പറയുന്നത് ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്തോണം, വിത്ത് വിച്ച് the banks can adjust their excess liquidity with the RBI. Okay, so while adjusting so RBI will give them an interest rate known as reverse repo rate. RBI will give them an interest rate known as reverse repo rate. For example, ഇപ്പോൾ ഒരു മാറ്റമുണ്ട് അതിൽ, അത് റീസെൻറ്റ് ഫിസ്ക്കൽ പോളിസീസിൽ പഠിക്കേണ്ടതാണ്. ശരിക്കും നമുക്കറിയാം സ്റ്റാൻഡേർഡ് പോളിസി റേറ്റ്, മോണിറ്ററി പോളിസി കമ്മിറ്റി സ്റ്റാൻഡേർഡ് പോളിസി റേറ്റ് ആയിട്ടുള്ള റിപ്പോ റേറ്റ് മാത്രമേ പ്രഖ്യാപിക്കത്തുള്ളൂ. എന്ത് മാത്രമേ പ്രഖ്യാപിക്കത്തുള്ളൂ? റിപ്പോ റേറ്റ് മാത്രമേ പ്രഖ്യാപിക്കത്തുള്ളൂ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. റിപ്പോ റേറ്റ് മാത്രം പ്രഖ്യാപിച്ചാൽ മതി. കാരണം എന്താണ്? ബാക്കി എല്ലാ റേറ്റ്സും ഈ റിപ്പോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിങ്കേജിനെ വിളിക്കുന്ന പേരാണ്, റിപ്പോ ആയിട്ട് ബാക്കി റേറ്റ്സിൻ്റെ ലിങ്കേജിനെ വിളിക്കുന്ന പേരാണ് ഇൻട്രസ്റ്റ് കോറിഡോർ റിലേഷൻഷിപ്പ്. എന്താണ്? ഇൻട്രസ്റ്റ് കോറിഡോർ റിലേഷൻഷിപ്പ്. ഫോർ എക്സാമ്പിൾ ഇവിടെ റിപ്പോയും റിവേഴ്സ് റിപ്പോയും എടുക്കാം. റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എടുക്കാം. റിപ്പോയും റിവേഴ്സ് റിപ്പോ റേറ്റും എടുക്കാം. ഇവിടെ റിപ്പോ എത്ര ആണോ അതിനേക്കാളും 25 ബേസിസ് പോയിൻറ്റ്സ് കുറവായിരിക്കും എന്ത്? റിവേഴ്സ് റിപ്പോ റേറ്റ്. 100 ബേസിസ് പോയിൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1%. അങ്ങനെയാണെങ്കിൽ 50 ബേസിസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? അത് 0.5% ആയിരിക്കും. 25 ബേസിസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമോ?
0.25% ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിപ്പോ റേറ്റ് 6% എങ്കിൽ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്ര ആയിരിക്കും ഇവിടെ? റിവേഴ്സ് റിപ്പോ റേറ്റ് 5.25% ആയിരിക്കും. അതായത് റിപ്പോയേക്കാളും 25 ബേസിസ് പോയിൻറ്റ്സ് കുറവായിരിക്കണം എന്ത്? റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ ഏതായിരിക്കണം കൂടുതൽ? റിപ്പോ റേറ്റ് ആയിരിക്കണ്ടേ ഹൈ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് റിപ്പോ റേറ്റിൽ വാങ്ങിയിട്ട് ഹൈ റിവേഴ്സ് റിപ്പോ റേറ്റിൽ RBIയിൽ തന്നെ കൊണ്ടുചെന്ന് ഇവരെന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് റിപ്പോ റേറ്റ് ആണ് എന്തിനേക്കാളും കൂടുതൽ? റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതൽ. ഓക്കെ, റിപ്പോ റേറ്റ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതൽ. ആ ഇൻട്രസ്റ്റ് കോറിഡോർ റിലേഷൻഷിപ്പ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോയേക്കാളും 25 ബേസിസ് പോയിൻറ്റ്സ് കുറവായിരിക്കും റിവേഴ്സ് റിപ്പോ, അല്ലെ റിവേഴ്സ് റിപ്പോയേക്കാളും 25 ബേസിസ് പോയിൻറ്റ്സ് കൂടുതലായിരിക്കും എന്ത്? റിപ്പോ എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ ചിന്തിക്കാം. ഒറ്റ കാര്യം ഒന്നേ ഉള്ളൂ, റിപ്പോ കൂടുതലും റിവേഴ്സ് റിപ്പോ കുറവായിരിക്കും. കാരണം ഇത് ലെൻഡിങ് റേറ്റും ഇത് ഡെപ്പോസിറ്റ് റേറ്റുമാണ് ഇൻ എ വേ, അല്ലേ? ഈവൻ ദോ ഒരു ഡെപ്പോസിറ്റ് അല്ല പാർക്കിംഗ് ആണ് ചെയ്യുന്നതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം തിരിച്ചാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് 5.25 ഇത് 6 ആണെങ്കിൽ ഉള്ള പ്രശ്നം എന്താ? 5.25% RBIയിൽ നിന്ന് കടം മേടിച്ചിട്ട് എന്ത് ചെയ്യും? 6% RBIയിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു ബാങ്ക് പ്രവർത്തിക്കുമോ? ഇല്ല. സോ അതുകൊണ്ട് റിപ്പോയും റിവേഴ്സ് റിപ്പോയും തമ്മിലുള്ള ബന്ധം ഇതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു കറണ്ട് അഫെയർ ഉണ്ട്. കോവിഡ് സമയത്തുണ്ടായ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റിവേഴ്സ് റിപ്പോ റേറ്റ് സസ്പെൻഡഡ് ആണ്. ഇന്ന് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? സസ്പെൻഡഡ് ആണ്, അല്ലെങ്കിൽ അത് ഫിക്സഡ് ആണ്. ശരിക്കും നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഇമേജ് എടുത്തേ. ഫസ്റ്റ് ഇമേജ് എടുക്കുമ്പോൾ എന്താ നോക്കിയേ? പോളിസി റിപ്പോ റേറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് എന്തില്ല? റിവേഴ്സ് റിപ്പോ റേറ്റ് ഇല്ല. മറിച്ച് എന്താ ഉള്ളത്? നമുക്കുള്ളത് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്, വിച്ച് ഈസ് 3.35%. ശരിക്കും എന്തായിരുന്നു കാണേണ്ടത്? റിവേഴ്സ് റിപ്പോ റേറ്റ് 5.25% കാണേണ്ടതല്ലേ? അതിന് പകരം വേറൊരു സാധനം വന്നിട്ടുണ്ട്. അതാണെന്ത്? സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. 5.25 റിവേഴ്സ് റിപ്പോയ്ക്ക് പകരം വന്നതാണെന്ത്? സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. അതിൻ്റെ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. നമ്മുടെ കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന എക്കണോമിക് സ്ലോ ഡൗണും കാരണം ചരിത്രത്തിലെ ഏറ്റവും കുറവ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 4% റിപ്പോ റേറ്റ് ആണ് ഇന്ത്യയിൽ. എത്രയാണ്? റിപ്പോ റേറ്റ് വാസ് reduced to 4%. That was the rock bottom beyond which RBI cannot reduce it further. RBI ഗവർണർ പറഞ്ഞിട്ടുള്ളത് വി ഹാവ് റാൻ ഔട്ട് ഓഫ് ദ ബ്രീത്തിങ് സ്പേസ് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിൽ താഴെ ഇനി റിപ്പോ റേറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ റേറ്റിൽ നമ്മുടെ സിസ്റ്റത്തിലെ ബാങ്ക്സിൽ എന്ത് വന്നടേ? നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ക്യാഷ് വന്നു. എന്ത് വന്നു? ഈ റേറ്റിൽ ക്യാഷ് വന്നു. ഈ റേറ്റ് ആയിരുന്ന സമയത്ത് അന്ന് റിവേഴ്സ് റിപ്പോ റേറ്റ് എത്ര ആയിരുന്നായിരിക്കും? 3.25% റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഗ്രാജ്വലി ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഈ നമ്മുടെ സിസ്റ്റം അല്ലെ എക്കണോമി അൺലോക്ക് ആവാൻ തുടങ്ങി. എക്കണോമി എന്താവാൻ തുടങ്ങി? അൺലോക്ക് ആവാൻ തുടങ്ങിയ സമയത്ത് ഈ ബാങ്കുകൾ RBIയിൽ നിന്ന് ഇങ്ങനെ കടമെടുത്ത പൈസ, അല്ലെങ്കിൽ ഈ ചെറിയ പലിശ നിരക്കിന് റിപ്പോ റേറ്റിൽ ബാങ്ക്സിൽ കിട്ടിയ പൈസ വേണ്ട രീതിയിൽ എക്കണോമിയിലേക്ക് ഇറക്കിയില്ല, അല്ലെങ്കിൽ അവരൊരു മോണിറ്ററി ട്രാൻസ്മിഷൻ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയില്ല. മോണിറ്ററി ട്രാൻസ്മിഷൻ അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ മോണിറ്ററി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഈ RBI റീഫിനാൻസ് ചെയ്യുന്ന പണം വെദർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻസ് ചെയ്യുന്നുണ്ടോ ടു ഫേംസ് ആൻഡ് ബിസിനസ് ആൻഡ് ഇൻഡിവിജ്വൽസ്, അതിനെയാണ് മോണിറ്ററി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ മോണിറ്ററി ട്രാൻസ്മിഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കാത്തത് കാരണം എന്ത് സംഭവിച്ചു? ബാങ്ക്സിൻ്റെ കയ്യിൽ ഇപ്പോൾ സർപ്ലസ് മണിയുണ്ട്. ബാങ്ക്സിൻ്റെ കയ്യിൽ എന്തുകൊണ്ട്? സർപ്ലസ് മണിയുണ്ട്. സർപ്ലസ് മണിയുള്ള സമയത്ത് ബാങ്ക്സിന് എന്ത് ചെയ്യാം? ബാങ്ക്സിന് അത് റിവേഴ്സ് റിപ്പോ റേറ്റിൽ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഗ്രാജ്വലി ഈ സർപ്ലസ് മണി കാരണം സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ വന്നപ്പോൾ ആ 4% എന്നുള്ള റിപ്പോ റേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? 5, 5.5, 5.25, 6 ഒക്കെ ആയിട്ട് RBIക്ക് അത് കൂട്ടേണ്ടതായിട്ട് വന്നു. അങ്ങനെ കൂടുമ്പോൾ എന്ത് സംഭവിക്കൂടെ? കറസ്പോണ്ടിംഗ്ലി റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ത് ചെയ്യും? കൂടും. ഫോർ എക്സാമ്പിൾ 5.5% റിപ്പോ റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പം റിവേഴ്സ് റിപ്പോ റേറ്റ് എത്ര ആയിരിക്കും? റിവേഴ്സ് റിപ്പോ റേറ്റ് 5.25% ആയിരിക്കും. ബാങ്ക്സിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തുകൊണ്ട്? എക്സസ് മണിയുണ്ട്. ആ എക്സസ് മണി അവർക്ക് എത്ര ശതമാനത്തിന് കിട്ടിയതാ? 4% കിട്ടിയ, അതായത് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി 4% കിട്ടിയ ആ സർപ്ലസ് മണി റിപ്പോ റേറ്റ് കൂടിയതനുസരിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാം? റിപ്പോ റേറ്റ് 5.5 ആയ സമയത്ത് 5.25% എവിടെ തന്നെ ഇട്ട് താങ്ങാം? RBIയിൽ കൊണ്ട് ചെന്നിട്ട് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, RBIയിൽ കൊണ്ട് ചെന്ന് പാർക്ക് ചെയ്യാം. അത് RBIക്ക് നഷ്ടമല്ലേ? സോ ഈ ഫെസിലിറ്റി മിസ്യൂസ് ചെയ്യപ്പെടും. ഏതാണ്? ഇങ്ങനൊരു സവിശേഷ സാഹചര്യം ഉണ്ടായപ്പോൾ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി മിസ്യൂസ് ചെയ്യും ബാങ്ക്സ് എന്നുള്ളൊരു സാഹചര്യം മുന്നിൽ കണ്ടിട്ടാണ് RBI എന്ത് ചെയ്തത്? RBI റിപ്പോ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് റിവേഴ്സ് റിപ്പോ റേറ്റ് കൂടുന്ന ആ പ്രവണത സസ്പെൻഡ് ചെയ്ത് അതെന്താക്കി വെച്ചത്? അത് RBI കൊടുത്ത 4%-ത്തേക്കാളും ചെറുതാക്കി വെച്ചത്. 4%-ത്തേക്കാളും ചെറുതായിട്ട് ഫിക്സഡ് ആക്കി വെച്ചേക്കുന്നത്. കാരണം
അത്രയും പണം എവിടെ എത്തി? ബാങ്ക്സിൽ എത്തിയിട്ടുണ്ട്, സിസ്റ്റത്തിലെ ബാങ്കുകളുടെ കയ്യിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലും എത്തിയിട്ടുണ്ട്. സോ അത് 4% കിട്ടിയതാണ്. അതുകൊണ്ട് അതിൽ താഴെ ഒരു നിരക്കാണ് എന്ത് ഇന്ന് ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി, അതായത് ഈ RBIയുടെ പോളിസി റേറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി എന്ത് ചെയ്തു? ഡീലിംഗ് ചെയ്തു. ഓക്കെ, സോ ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റി എന്താണ്? ഫിക്സഡ് റിവേഴ്സ് റിപ്പോ ഫെസിലിറ്റിയാണ്. നൗ ബാങ്ക്സ് ആർ ആക്ച്വലി പ്ലാനിങ് ടു മൂവ് ബാക്ക് ടു എന്താണ് പഴയ ഫെസിലിറ്റിയിലോട്ട് പോകാനായിട്ട്, കാരണം സിസ്റ്റം ഈസ് ആക്ച്വലി റിക്കവറിങ്. സോ ഇതാണ് റിവേഴ്സ് റിപ്പോ ആയിട്ട് ബന്ധപ്പെട്ട് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്. അതിൻ്റെ അകത്ത് ഉണ്ടായ ഒരു കറണ്ട് അഫെയർ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉള്ളവർ ചോദിച്ചാൽ മതി, കോർഡിനേറ്റർ വഴി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. രണ്ടാമത്തതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. എന്താണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ MSF എന്ന് നമ്മൾ പറയും. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ റിപ്പോ ഫെസിലിറ്റി പ്രകാരം ടോട്ടൽ 1% അല്ലേ ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ. റിപ്പോ ഫെസിലിറ്റി പ്രകാരം അതിൽ 0.25% ഫിക്സഡ് റിപ്പോ റേറ്റ് ആയിട്ടും 0.75% ടേം റിപ്പോ റേറ്റ് ആയിട്ടും ടോട്ടൽ എത്രയാണ്? 1% ബോറോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, വാട്ട് ഇഫ് ബാങ്ക്സിന്, സിസ്റ്റത്തിലെ ബാങ്കുകൾക്ക് ഈ 1% NDTL ബോറോ ചെയ്ത ശേഷവും 1% ഓഫ് NDTL ബോറോ ചെയ്ത ശേഷവും അവരുടെ ലിക്വിഡിറ്റി ക്രഞ്ച് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഷോർട്ടേജ് മാറിയില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ നീഡ് എക്സ്ട്രാ ഫണ്ട്. അപ്പോൾ അവരെന്ത് എക്സോസ്റ്റ് ചെയ്തു? റിപ്പോ ഫെസിലിറ്റി എക്സോസ്റ്റ് ചെയ്തു. അവർക്ക് ഓൾറെഡി ഇൻ്റർ ബാങ്ക് ലോൺസ് കിട്ടാനുള്ള സാഹചര്യമില്ല. 1% ഓഫ് മണി അവർ ഫിക്സഡ് റിപ്പോ ആയിട്ടും ടേം റിപ്പോ ആയിട്ടും ബോറോ ചെയ്തു. എന്നിട്ടും അവരുടെ ലിക്വിഡിറ്റി ക്രഞ്ച് മാറിയില്ലെങ്കിൽ അവർക്ക് എന്ത് വേണം? എക്സ്ട്രാ മണി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിപ്പോ ഫെസിലിറ്റി എക്സോസ്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാരല്ലേ. അങ്ങനെ റിപ്പോ ഫെസിലിറ്റി എക്സോസ്റ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ബാങ്ക്സ് RBI അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി ഒരു പീനൽ ഫെസിലിറ്റിയാണ്. എന്താണ്? ഒരു പെനാൽറ്റിയാണ്. എന്ത്? ഈ MSF ഫെസിലിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് പെനാൽറ്റി ആയിട്ട് മാറിയേ? അവർ ഓൾറെഡി 1% എന്ത് ചെയ്തു? എക്സോസ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇവർക്ക് എന്ത് കൊടുക്കുന്നത്? ഒരു പെനാൽറ്റി റേറ്റിൽ അഡീഷണൽ ഫണ്ട് കൊടുക്കും. അതുകൊണ്ടാണ് RBIയെ നിങ്ങൾ പലപ്പോഴും എന്തെന്ന് കേൾക്കുന്നത്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അവസാന അത്താണി എന്ന് വിളിക്കാൻ കാരണം റിപ്പോ കഴിഞ്ഞു, ഇൻ്റർ ബാങ്ക് ലോൺസ് ഇല്ല, റിപ്പോ ഫെസിലിറ്റി കഴിഞ്ഞു, പൈസയ്ക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുക്കുകയാണെങ്കിൽ പഴയ റേറ്റ് കൊടുക്കത്തില്ല. അതെന്തായിരിക്കും? ഇവിടെ ഒരു ഹയർ റേറ്റിലായിരിക്കും കൊടുക്കുന്നത്. എന്തിലായിരിക്കും കൊടുക്കുന്നത്? ഒരു ഹയർ റേറ്റിലായിരിക്കും കൊടുക്കുന്നത്. ആ റേറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? MSF അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇനി മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പ്രകാരം MSF അല്ലെങ്കിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി പ്രകാരം ഹൈ റേറ്റ് ആയിരിക്കും, റിപ്പോ റേറ്റിനേക്കായി ഹൈ റേറ്റ് ആയിരിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, MSF ഈസ് ഓൾവേസ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ഈസ് ഓൾവേസ് 25 basis points higher than റിപ്പോ റേറ്റിനേക്കാളും 25 പോയിൻറ്റ്സ് കൂടുതലായിരിക്കും എന്ത്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ലോജിക്ക് വേണ്ടി ചിന്തിച്ചാൽ മതി. കാരണം എന്താണ്? റിപ്പോ ഫെസിലിറ്റി എക്സോസ്റ്റ് ചെയ്ത് വരുന്നവർക്കുള്ളതാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റിനേക്കാളും ഹൈ ആയിരിക്കും എന്ത്? MSF എന്ന് പറയുന്നത്. സോ MSF റേറ്റിൽ ഇപ്പോൾ റിപ്പോ 6% ആണെങ്കിൽ MSF എത്ര ആയിരിക്കും? ഇവിടെ റിപ്പോ 6% ആണെങ്കിൽ MSF എത്ര ആയിരിക്കും? MSF 6.25% ആയിരിക്കും. ഇനി നാളെ റിപ്പോ 6% കൂട്ടിയെന്ന് വിചാരിച്ചോ, MSF എത്ര ആവും? MSF 6.5%. എത്രയാവും? 6.5%. ഓക്കെ, കറൻ്റ്ലി ഇപ്പം റിപ്പോയും MSFും ഇതാണ്. റിപ്പോ 6 MSF 25 ബേസിസ് പോയിൻറ്റ് കൂടുതലാണ്, 6.25. നമ്മൾ നോക്കേ, നമ്മുടെ ആ ഫിഗർ എടുത്തേ, ഇതാ നോക്കുക, പോളിസി റിപ്പോ റേറ്റ് 6% അല്ലേ? MSF റേറ്റ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എത്രയാണെന്ന് നോക്കേ? 6.25%. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എത്രയാണ്? 6.25% മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. 6.25% മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്കറിയാം, ഞാൻ ടേം റിപ്പോയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ഇപ്പം ടേം റിപ്പോ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കേ, ഫിക്സഡ് റിപ്പോ എന്ന് പറയുന്നത് 0.25% ഓഫ് NDTL ആണ്. അത് എത്ര ശതമാനത്തിനാണ് ഇപ്പോൾ കിട്ടുന്നത്? 6% കിട്ടുന്നത്. ഇനി ടേം റിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.75% ഓഫ് NDTL കിട്ടണമെങ്കിൽ ടേം റിപ്പോ ആണ്, അത് ബിഡിങ് ആണെന്ന് പറഞ്ഞു. അത് എവിടെ വരെ പോവും? അത് 6.25 വരെ പോകും. കാരണം 6.25 കഴിഞ്ഞാൽ പിന്നെന്താണ്? MSF റേറ്റ് ആണ്. സോ ഫിക്സഡ് റിപ്പോ റേറ്റ് തൊട്ട് തുടങ്ങി
ഫിക്സഡ് റിപ്പോ റേറ്റ് തുടങ്ങി MSF വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്തിൻ്റെ ബാൻഡ് വിഡ്ത്ത്? ടേം റിപ്പോ റേറ്റിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലം വിളിക്കുമ്പം 6 കഴിഞ്ഞ് തുടങ്ങും. എവിടെ വരെ പോവും? 6.25 തൊട്ട് താഴെ വരെ പോകും. 6.25 കഴിഞ്ഞാൽ പിന്നെ എന്തായി? MSF ആയി. ഓക്കെ, അപ്പോൾ ടേം റിപ്പോ റേറ്റ് പ്രകാരം കിട്ടുന്ന ആ 0.75% ഓഫ് മണി എങ്ങനെയാണ് ലേലം വിളിക്കുക ചെയ്യുന്നത്? 0.25% പോളിസി റിപ്പോ റേറ്റ് ആയിട്ടുള്ള 6 കിട്ടും. ബാക്കി തുക 6.4 തൊട്ട് താഴെ 6.24 വരെ ഉള്ളത് ടേം റിപ്പോയിൽ കിട്ടും. ഇനി ആ 1% ടോട്ടൽ 1% 0.25 0.75 കൂടെ ചേരുമ്പോൾ കിട്ടുന്ന 1% കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്ന ഫണ്ട് എന്ന് പറഞ്ഞാൽ MSF റേറ്റാണ്. അത് റിപ്പോയേക്കായും 25 ബേസിസ് പോയിൻറ്റ്സ് കൂടുതലായിരിക്കും. അത് 6.25% എത്ര ആയിരിക്കും? 6.25%. കാരണം റിപ്പോയേക്കായും ഓൾവേസ് 25 ബേസിസ് പോയിൻറ്റ്സ് കൂടുതലാണെന്ത്? MSF റേറ്റ് എന്ന് പറയും. MSF റേറ്റ് ഈസ് ഓൾവേസ് 25 ബേസിസ് പോയിൻറ്റ്സ് ഹയർ ദാൻ റിപ്പോ റേറ്റ്. അതാണ് ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. ഇനി ഇതും കൊളാട്രൽ ഫെസിലിറ്റിയാണ്. ഇതും എന്താണ്? ഇതും ഒരു കൊളാട്രൽ ഫെസിലിറ്റിയാണ്. ഒരു സെക്കൻഡ്. ഇതൊരു കൊളാട്രൽ ഫെസിലിറ്റിയാണ്. എന്താണ് കൊളാട്രൽ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? കൊളാട്രൽ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എന്നെ തെളിയുന്നില്ലല്ലോ. കൊളാട്രൽ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൊളാട്രൽ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റി കൊളാട്രലായിട്ട് കൊടുക്കണം. എന്താണ്? ഗവൺമെൻറ് സെക്യൂരിറ്റി കൊളാട്രലായിട്ട് കൊടുക്കേണ്ട ഫെസിലിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കൊളാട്രൽ ഫെസിലിറ്റി എന്ന് വിളിക്കുന്നത്. This is again a MSF facility. Some issues with my Apple Pencil. MSF facility. പറയുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്തേ. സോ ദിസ് ഈസ് അഗെയിൻ എ കൊളാട്രൽ ഫെസിലിറ്റി. ഏതാണ്? റിപ്പോ ഫെസിലിറ്റി പോലെ തന്നെ MSF അല്ലെ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്താണ്? ഒരു കൊളാട്രൽ ഫെസിലിറ്റിയാണ്. എന്താണ് കൊളാട്രൽ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? കൊളാട്രൽ ഫെസിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് ഫെസിലിറ്റി ദ ബാങ്ക്സ് ഹാവ് ടു ഗിവ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓർ എന്താ പറയേണ്ടത് സർട്ടൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആസ് കൊളാട്രൽ ഈടായിട്ട് നൽകേണ്ടി വരും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ദിസ് ഈസ് സ്ട്രിക്ട്ലി ആൻ ഓവർനൈറ്റ് ഫെസിലിറ്റി. ഇതെന്ത് മാത്രമാണ്? ഒരു ഓവർനൈറ്റ് ഫെസിലിറ്റി മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിപ്പോയും ടേം റിപ്പോയും ഉണ്ട്. ഇവിടെ എന്തില്ല? അങ്ങനെ ഒരു ടേം അല്ലെ ടൈം പീരീഡ് ഇല്ല, ഓവർനൈറ്റാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മിസ്സാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ റേറ്റിൽ അല്ലെങ്കിൽ റിപ്പോ ഫെസിലിറ്റിയിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, കാരണം അഡ്വാൻസ്ഡ് പോയിന്റ്സ് ആണ് ഇതൊക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. റിപ്പോ ഫെസിലിറ്റിയിൽ SLR സെക്യൂരിറ്റീസ് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഗവൺമെൻറ് സെക്യൂരിറ്റി ആയിട്ട് ഈട് നൽകേണ്ട സാഹചര്യത്തിൽ
SLR securities cannot be used as a collateral in the case of repo facility. റിപ്പോ ഫെസിലിറ്റി വഴി ആ ഷോർട്ട് ടേം ലോൺ എടുക്കുന്ന സമയത്ത് ഓവർനൈറ്റ് ആണെങ്കിലും ആ 13 ഡേയ്സ് ടേം റിപ്പോ ആണെങ്കിലും അവിടെ എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, SLR സെക്യൂരിറ്റീസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നാൽ MSFൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി വരുമ്പം ഹിയർ ഓവർനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ഉപയോഗിക്കാം, ഓവർനൈറ്റ് ആയതുകൊണ്ട് മാത്രമല്ല ഇവിടെ പ്രത്യേക RBI എടുത്ത് പറയുന്നുണ്ട്. RBIയുടെ നോട്ടിഫിക്കേഷൻ സർക്കുലറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ MSF കിടക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, ഹിയർ ബാങ്ക്സ് ക്യാൻ ഡെൽവ് ഇൻ ടു ദ SLR സെക്യൂരിറ്റീസ്. ഇവിടെ SLR സെക്യൂരിറ്റീസ് അവർക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ SLR ആയിട്ട് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റീസ് ഓവർനൈറ്റ് ബേസിസിൽ എന്ത് ചെയ്യാം, RBIക്ക് നൽകി കടം വാങ്ങിയിട്ട് പിറ്റേന്നത് തിരിച്ച് വാങ്ങിയാൽ മതി. ഹിയർ SLR സെക്യൂരിറ്റീസ് ക്യാൻ ബി യൂസ്ഡ്. SLR സെക്യൂരിറ്റീസ് ക്യാൻ ബി യൂസ്ഡ്. റിപ്പോയിലോ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് റിപ്പോയും MSFും തമ്മിൽ മറ്റൊരു വ്യത്യാസം. സാധാരണ ക്ലാസ്സുകളിൽ കവേർഡ് ആവാത്തൊരു ഡിഫറൻസ് ആണെന്ത്, റിപ്പോയിൽ SLR ഉപയോഗിക്കാൻ പറ്റത്തില്ല, MSFൽ SLR സെക്യൂരിറ്റീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. SLR സെക്യൂരിറ്റീസ് എന്താണെന്നറിയാമല്ലോ. SLR എന്ന് പറയുന്ന വേരിയബിൾ റിസർവ് റേഷ്യോ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക്സ് എന്ത് ചെയ്യാറുണ്ട്, കറൻസിക്കോ ഗോൾഡിനോ പുറമെ ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ വെക്കാൻ താല്പര്യം കാണിക്കാറുണ്ട്. അങ്ങനെ ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ വെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, SLR സെക്യൂരിറ്റീസ് എന്ന് വിളിക്കുന്നത്. ആ SLR സെക്യൂരിറ്റീസ് എന്തിന് പ്രയോജനപ്പെടുത്താം, SLR സെക്യൂരിറ്റീസ് ഇതിനായിട്ട് പ്രയോജനപ്പെടുത്താം. അടുത്തതാണ് ഇനി ഇതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് വരെ ബോറോ ചെയ്യാൻ പറ്റും. ഓക്കെ, കറൻ്റ്ലി 2% ഓഫ് NDTL. എത്രയാണ് ബോറോയിങ് ലിമിറ്റ്, 2% ഓഫ് NDTL. ഇതിൻ്റെ അകത്തൊരു കഥയുണ്ട്. ഒറിജിനലി MSF 1% ആയിരുന്നു, പിന്നീട് അത് 2% ആക്കി. കോവിഡിൻ്റെ സമയത്ത് അത് 3% ആയിട്ട് ഉയർത്തി. കോവിഡ് മാറിയപ്പോൾ അത് തിരിച്ച് വീണ്ടും 2% ആക്കി. റൈറ്റ് നൗ 2% ഓഫ് NDTL ആണെന്ത് ബോറോയിങ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുകൂടെ ഓർത്തിരിക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാടെ, റിപ്പോ റേറ്റ്, ഓക്കെ, ടേം റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, അതുപോലെ തന്നെ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, ഇതൊക്കെ എത്ര വരും? ടേം റിപ്പോ റേറ്റ് ഇപ്പോൾ 6% ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഇപ്പോൾ ഉണ്ടോ? ഉണ്ടായിരുന്നു എങ്കിൽ അത് 5.25%. ഉണ്ടായിരുന്നുവെങ്കിൽ അത് എത്രയായിരുന്നു? 5.25%. ഇനി ടേം റിപ്പോ റേറ്റ് എന്താണ്? ഒരു റേഞ്ചാണ്. എവിടെ വരെയാണ്? റിപ്പോ റേറ്റിൽ തുടങ്ങി എവിടെ വരെ പോവും? MSF വരെ പോവും. ആ റേഞ്ചിനുള്ളിൽ വരുന്നതാണെന്ത് ടേം റിപ്പോ റേറ്റ്. ഇനി MSF എത്രയാണ്? 6.25%. MSF എത്രയാണ്? 6.25%. ഇനി ഒരു പോയിൻ്റ് കൂടെ എക്സ്ട്രാ നിങ്ങൾ അറിയണം. ബാങ്ക് റേറ്റ് ഇല്ലേ, നമ്മൾ കൺവെൻഷനലി പഠിച്ച ബാങ്ക് റേറ്റ് ഈസ് ആക്ച്വലി അലൈൻഡ് വിത്ത് MSF റേറ്റ്. ബാങ്ക് റേറ്റ് ഈസ് ആക്ച്വലി അലൈൻഡ് വിത്ത് MSF റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാങ്ക് റേറ്റും MSF ഒന്നെന്നല്ല അർത്ഥം. ഇത് രണ്ടും അലൈൻ ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ MSF എത്രയാണോ അത് തന്നെ ആയിരിക്കും ബാങ്ക് റേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് റേറ്റും എത്ര തന്നെ ആടേ? ബാങ്ക് റേറ്റ് MSF 6.25 ആണെങ്കിൽ ബാങ്ക് റേറ്റും 6.25 ആണ്. ബാങ്ക് റേറ്റ് എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും അലൈൻഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ്സ് അലൈൻഡ് ആണ്. ഇനി നമുക്ക് നോക്കാം. ഇതാ നോക്കേ, പോളിസി റിപ്പോ റേറ്റ് എത്ര? പോളിസി റിപ്പോ റേറ്റ് 6%. ഓക്കെ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എത്ര? 25 ബേസിസ് പോയിൻറ്റ്സ് കൂടുതലായിരിക്കും. പീനൽ റേറ്റ് ആണ് 6.25%. അതും ബാങ്ക് റേറ്റും അലൈൻഡ് അല്ലേ? അതും ബാങ്ക് റേറ്റും അലൈൻഡ് ആണ്. എത്രയാണ്? 6.25%. ഇനി ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ടോ? ഇല്ല. പകരം എന്താ ഉള്ളത്? റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ടോ? ഇല്ല. പകരം എന്താ ഉള്ളത്? ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. അതെത്രയാണ്? 3.35%. ഇനി സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി, ഇതാണ് ബാങ്ക്സിന് എക്സസ് ലിക്വിഡിറ്റി ഉണ്ടായ സമയത്ത് ഉർജിത് പട്ടേൽ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് റീസെൻ്റ്ലി RBI ഈ റിവേഴ്സ് റിപ്പോ റേറ്റിന് പകരം കൊണ്ടുവന്നൊരു സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. SDF എന്ന് വിളിക്കും. SDFൽ എക്സസ് ലിക്വിഡിറ്റി എന്ത് ചെയ്യാം? ബാങ്ക്സിന് RBIയിൽ കീപ്പ് ചെയ്യാം. കൊളാട്രൽ വേണ്ട. ഇവിടെ എന്തില്ല, ഇത് നോൺ കൊളാട്രലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ RBIക്കും ബാങ്ക്സിനും ഒരു വിൻ സിറ്റുവേഷനാണ്. 5.25% കിട്ടും. ഓക്കെ, 5.25% ഇവിടെ കിട്ടും. എന്ന് വെച്ചാൽ RBIക്ക് ഒരു നേട്ടം എന്താണ്? കൊളാട്രൽ പ്രയോജനപ്പെടുത്തണ്ട. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റിവേഴ്സ് റിപ്പോ റേറ്റിന് പകരം വന്നതാണ്. 5.25%. എന്നാൽ ഒറിജിനൽ റിവേഴ്സ് റിപ്പോ റേറ്റ് ഇപ്പോൾ ഫിക്സഡ് അല്ലെങ്കിൽ സസ്പെൻഡഡ് ആയിട്ട് 3.35% വെച്ചിരിക്കുക. സോ സ്വാഭാവികമായിട്ടും ബാങ്ക്സ് എന്ത് ചെയ്യത്തില്ല? ഇത് ഉപയോഗിക്കത്തില്ല. ഏതേ ഉപയോഗിക്കത്തുള്ളൂ? സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കത്തുള്ളൂ. അതുകൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു കാര്യമാണ് സ്റ്റെറിലൈസേഷൻ. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? RBI കറൻസി പ്രിൻ്റ് ചെയ്യുന്നത്. മിനിമം റിസർവ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർ മിനിമം റിസർവ് സിസ്റ്റം
RBI can print unlimited currency. RBI can print unlimited currency. അല്ലേ? പക്ഷേ പ്രിൻറ്റിങ് ഓഫ് കറൻസി എന്താവാൻ പാടില്ല? പ്രിൻറ്റിങ് ഓഫ് കറൻസി ഷാൾ നോട്ട് ലീഡ് ടു ഇൻഫ്ലേഷൻ. ഷാൾ നോട്ട് ബി ഇൻഫ്ലേഷണറി. എന്താവാൻ പാടില്ല? ഇൻഫ്ലേഷണറി ആവാൻ പാടില്ല. ഇൻഫ്ലേഷൻ വഴിവെക്കാൻ പാടില്ല. അതായത് 2% തൊട്ട് 6% വരെ ഉള്ള ഇൻഫ്ലേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യാൻ? കറൻസി പ്രിൻ്റ് ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 200 കോടി രൂപ ഗോൾഡായിട്ടും ഫോറക്സ് ആയിട്ടും കീപ്പ് ചെയ്തുകൊണ്ട് അൺലിമിറ്റഡ് കറൻസി പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മൂല്യം നമ്മൾ ഗോൾഡിലും ഫോറക്സിലും മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് മൂല്യമുണ്ട്. കാരണം കറൻസി എന്തിനു വേണ്ടിയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്? ഈ ഗുഡ്സ് ആൻഡ് സർവീസസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നാഷണൽ ഇൻകത്തിൻ്റെ കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വാല്യൂ ഉണ്ട്. അത് ആ പ്രൊഡക്ഷൻ വാല്യൂ ഉണ്ട്. കാരണം ഒരു രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ അടിസ്ഥാനം ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ക്വാണ്ടിറ്റിയാണ്. സോ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ചിട്ട് അതിന് മൂല്യമുണ്ട്. ആ മൂല്യത്തിന് ആനുപാതികമായിട്ടുള്ള കറൻസി അവിടെ പ്രിൻറ്റ് ചെയ്യാം. അത് ഇൻഫ്ലേഷണറി ആവത്തില്ല. സോ 200 കോടി മാത്രമേ മൂല്യമുള്ളൂ എന്ന് നിങ്ങൾ ധരിക്കേണ്ട. ആ പ്ലസ് മൂല്യം എന്തിൽ വരും? ഗുഡ്സ് ആൻഡ് സർവീസസ് വരും. അല്ലെങ്കിൽ എക്കണോമിയുടെ വലിപ്പം അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇപ്പോൾ രാജ്യങ്ങൾ എന്തിൽ പോകുന്നത്? ഈ മിനിമം റിസർവ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇനി ഫോറക്സ് വരുന്ന സാഹചര്യത്തിൽ അഡീഷണൽ കറൻസി പ്രിൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം സിസ്റ്റത്തിലുള്ള കറൻസി കളക്ട് ചെയ്ത് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അഡീഷണൽ കറൻസി വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ബോണ്ടാണ് മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഈ MSS ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ സർക്കാരിന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഗവൺമെൻറ് സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, RBI ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഗവൺമെൻറ്റിന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയല്ല, ഈ ഫോറക്സ് ഇൻഫ്ലോ ഒക്കെ കാരണം അഡീഷണലി പ്രിൻറ്റ് ചെയ്ത കറൻസീനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ശുദ്ധീകരണം നടത്തും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഓർത്താൽ മതി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാം. സോ ഏതാണ് സപ്ലൈ ഓഫ് മണി റെഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി? സപ്ലൈ ഓഫ് മണി റെഡ്യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ അല്ലേ? അബ്സോർപ്ഷൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ്? പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി. അത് ഇഞ്ചക്ഷൻ അല്ലേ? സോ അത് എലിമിനേറ്റ് ചെയ്യാം. ഇനി സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബൈ RBI അബ്സോർപ്ഷൻ അല്ലേ? അത് ശരിയാണ്. ബോറോയിങ്സ് ഓഫ് ഗവൺമെൻറ് ഫ്രം RBIയിൽ നിന്ന് ഗവൺമെൻറ് ബോറോ ചെയ്യുകയാണെങ്കിൽ അതും ഇഞ്ചക്ഷനാണ്, സപ്ലൈ ഓഫ് മണി കൂട്ടും. സോ അതും എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ MSF റേറ്റുമായിട്ട് അലൈൻഡ് അല്ലേ? റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് ലോവർ ദാൻ ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ MSF റേറ്റ്. അത് ശരിയല്ലേ? കാരണം റിപ്പോ 6 ആണെങ്കിൽ MSF റേറ്റ് എത്ര? 6.25% അല്ലേ? അല്ലെങ്കിൽ MSF ഒരു പീനൽ റേറ്റ് അല്ലേ? ആ പീനൽ റേറ്റും ബാങ്ക് റേറ്റും അലൈൻഡ് അല്ലേ? ആ കൺസെപ്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ റിപ്പോ ഓൾവേസ് എന്തായിരിക്കും? ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ MSF റേറ്റിനേക്കാളും ലോവർ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എലിമിനേറ്റ് ചെയ്യാനുണ്ടോ? ഒന്നും എലിമിനേറ്റ് ചെയ്യില്ല. ഇനി റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് ഹയർ ദാൻ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. ശരിയാണ്. കാരണം റിപ്പോ റേറ്റ് ലെൻഡിങ് റേറ്റും RBIയുടെ മറ്റേത് ബാങ്ക്സ് എക്സസ് കറൻസി കൊണ്ടുവന്നിടുമ്പോൾ അതിന് അങ്ങോട്ട് കൊടുക്കുന്ന റേറ്റുമാണ്. അതുകൊണ്ട് തന്നെ റിപ്പോ റേറ്റ് ആണ് ഓൾവേസ് ഹയർ ദാൻ റിവേഴ്സ് റിപ്പോ റേറ്റ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി റിപ്പോ റേറ്റ് ഫോക്കസ് ഓൺ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്. ശരിയാണ്. ഓവർനൈറ്റ് അല്ലെങ്കിൽ മാക്സിമം എത്ര 13 days വരെ. അതും ശരിയാണ്. അങ്ങനെ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് നോക്ക്. നോ കൊളാട്രൽ ഈസ് ഇൻവോൾവ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അത് തെറ്റാണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ ഇൻവോൾവ്. സോ ആൻസർ ഏത് വരും? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2 and 3. ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്? നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈ പറയുന്നത് പോലെ സ്റ്റേറ്റ്മെൻറ്റ് 4 ആണ്. നോ കൊളാട്രൽ ഈസ് ഇൻവോൾവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, നോ കൊളാട്രൽ ഈസ് ഇൻവോൾവ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി RBIയുടെ മേജർ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഏതൊക്കെയാണ്?
ബാങ്ക് റേറ്റ് ശരിയാണ്, വേരിയബിൾ റിസർവ് റേഷ്യോ ശരിയാണ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ശരിയാണ്. സോ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ആൻസർ ഏത് വരും? ആൻസർ ഓൾ ആർ കറക്റ്റ്. ഓക്കെ, ആൻസർ ഓൾ ആർ കറക്റ്റ്. ആർ ബി ഐയെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആർ ബി ഐ ഹാസ് മോണോപോളി പവർ ഓഫ് ഇഷ്യൂ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ്. ഇത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? ശരിയായിട്ടുള്ള ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം. ഇനി ആർ ബി ഐ കീപ്സ് ആൻഡ് മാനേജസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നമ്മൾ ഫോറക്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എങ്കിൽ ഡിയും എലിമിനേറ്റ് ചെയ്യാം. 1 ശരി തെറ്റായതുകൊണ്ട് എയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെ ഡെഫിനിഷനാണ് സെയിൽ ആൻഡ് പർച്ചേസ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പക്ഷേ രണ്ടിലും സിയിലും ബിയിലും തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇനി ഡ്യൂറിങ് ഇൻഫ്ലേഷൻ ആർ ബി ഐ റെഡ്യൂസസ് ക്യാഷ് റിസർവ് റേഷ്യോ. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇൻഫ്ലേഷൻ്റെ സമയത്ത് ആർ ബി ഐ എന്ത് ചെയ്യും? ക്യാഷ് റിസർവ് റേഷ്യോ, റിസർവ് മണി കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ 4 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ആൻസർ ഏത് വരും? ആൻസർ സി വരും. എന്താണ് ഓട്ടോണോമസ് ലിക്വിഡിറ്റി? ഇത് ഡിഗ്രി പ്രിലിംസിൽ ചോദിച്ച ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു ചോദ്യമായിരുന്നു. ഓട്ടോണോമസ് ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്ററി പോളിസിയുടെ പരിധിയിൽ വരാത്ത, സിസ്റ്റത്തിൻ്റെ അകത്ത് ബാങ്ക്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നടക്കുന്ന, ബാങ്കിൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന, അവരുടെ ഓട്ടോണോമി ഉപയോഗിച്ച് ബാങ്കോ ഗവൺമെൻറ്റോ നടത്തുന്ന ലിക്വിഡിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓട്ടോണോമസ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പം ഓട്ടോണോമസ് ലിക്വിഡിറ്റി ഉള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തെറ്റായിട്ടുള്ളത് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തെറ്റായിരിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിക്വിഡിറ്റി ഫ്ലോസ് ദാറ്റ് ഫ്ലോസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്തൗട്ട് മോണിറ്ററി പോളിസി ആക്ഷൻ. അത് ഓട്ടോണോമസ് ലിക്വിഡിറ്റി ആണ്. കാരണം മോണിറ്ററി പോളിസി ആക്ഷൻ ഇല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പക്ഷേ നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് കറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ, ഇറ്റ് ഇൻക്ലൂഡ്സ് പോളിസി ഇൻഡ്യൂസ്ഡ് ഫ്ലോസ് ഫ്രം ആർ ബി ടു ഷെഡ്യൂൾ ബാങ്ക്സ്. ഇത് മോണിറ്ററി പോളിസിയാണ്, ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്, പോളിസി ഇൻവോൾവ് ആയിട്ടുള്ള. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല? ഓട്ടോണോമസ് അല്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷനെ എടുക്കാവൂ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് നമ്മുടെ റെസ്പോൺസ് വരേണ്ടത്. സോ സെക്കൻഡ് ഇല്ലാത്ത സിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കേ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് ദാറ്റ് ഫ്ലോസ് that arise from regular central bank functions as currency authority. അതും മോണിറ്ററി പോളിസിയാണ്. അതും എന്താണ്? മോണിറ്ററി പോളിസിയാണ്. കറൻസി അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് സെൻട്രൽ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ഫ്ലോസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, സോ അതും എന്താണ്? അല്ലല്ല, അത് മോണിറ്ററി പോളിസി അല്ല, റെഗുലർ ഫംഗ്ഷനാണ്. അത് നോട്ട് എ മോണിറ്ററി പോളിസിയാണ്. സോ ഇത് ഓട്ടോണോമസ് ലിക്വിഡിറ്റിയാണ്. ഫസ്റ്റ് വൺ ഓട്ടോണോമസ് ലിക്വിഡിറ്റിയാണ്. ഇനി ഫോർത്ത് വൺ നോക്കി, ഇറ്റ് ഈസ് ദ സം ഓഫ് സെൻട്രൽ ബാങ്ക് ഷീറ്റ് ഫ്ലോസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് മണി മാർക്കറ്റ് ഓപ്പറേഷൻ. മണി മാർക്കറ്റ് ഓപ്പറേഷനൊക്കെ എന്താണ്? മോണിറ്ററി പോളിസിയാണ്. സോ അതെന്തല്ല? ഓട്ടോണോമസ് ലിക്വിഡിറ്റി അല്ല. സോ മോണിറ്ററി പോളിസി അല്ലെ മണി മാർക്കറ്റ് പോളിസിയുടെ ഭാഗമായിട്ടുള്ളത് മോണിറ്ററി പോളിസീസാണ്, ഓട്ടോണോമസ് ലിക്വിഡിറ്റി അല്ല. ബാക്കി രണ്ടും എന്താണ്? ഓട്ടോണോമസ് ആണ്. സോ 1ഉം 2ഉം 4ഉം ആണെന്ത്? മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഓട്ടോണോമസ് ലിക്വിഡിറ്റി അല്ലാത്തത്. സോ ആൻസർ ഏത് വരും? ആൻസർ 2 and 4. ആൻസർ ഏത് വരും? 2 and 4. തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് നിങ്ങൾ പഠിച്ച ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സിൻ്റെ ഭാഗമായിട്ട് മോണിറ്ററി പോളിസി ആയിട്ടുള്ളതെല്ലാം ഓട്ടോണോമസ് അല്ല. ഓട്ടോണോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലറായിട്ട് നടക്കുന്ന ഫ്ലോസ്, കറൻസി അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് റെഗുലർ ഫ്ലോസ്, അതുപോലെ തന്നെ ബാങ്ക്സ് അതിൻ്റെ ഓട്ടോണോമി പ്രകാരം, പോളിസി പ്രകാരം അല്ലാതെ ചെയ്യുന്നത് ഇതൊക്കെ എന്താണ്? ഓട്ടോണോമസ് ആണ്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഓട്ടോണോമസ് ആയേ? ലിക്വിഡിറ്റി ഫ്ലോസ് ദാറ്റ് ഫ്ലോസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വിത്തൗട്ട് മോണിറ്ററി പോളിസി ആക്ഷൻ. എന്താണ്? മോണിറ്ററി പോളിസി ആക്ഷൻ ഇല്ലാതെ പ്രവഹിക്കുന്ന, ഒഴുകുന്ന പണമാണ്. മോണിറ്ററി പോളിസി ആക്ഷൻ ഇല്ലെങ്കിൽ അവിടെ എന്തില്ല? അവിടെ ആർ ബി ഐയുടെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് എലമെൻറ്റ് അവിടെ വരുന്നില്ല. അത് ഓട്ടോണോമസ് ആണ്. ഇനി ഇവിടെ എന്താണ്? റെഗുലർ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷൻസ് ആസ് കറൻസി അതോറിറ്റിയാണ്. റെഗുലർ ഫംഗ്ഷനാണ്, പർട്ടിക്കുലർലി അബ്സോർപ്ഷനോ ഇഞ്ചക്ഷനോ വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല. അതുകൊണ്ട് ഇതും എന്താണ്? ഓട്ടോണോമസ് ആണ്. ഇത് രണ്ടുമോ? പോളിസി ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി പോളിസിയാണ്.
മണി മാർക്കറ്റ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയാണ്. അത് രണ്ടും ഓട്ടോണമസ് അല്ല. സോ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ അത് വരുന്നത്. ബാങ്ക് റേറ്റ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത ക്വസ്റ്റ്യനാണ്. നോക്കൂ, ഈ ചോദ്യം നിങ്ങൾ തെറ്റിക്കരുത്. കാരണം ഇവിടെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിപ്പിച്ചു. അതെന്താണ്? അത് കോഡ് കാരണം ഉണ്ടായ ആ ഒരു ബാങ്ക്സ് അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഫിക്സഡ് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ ആൻസർ സി എന്താ ഓപ്ഷൻ നോക്കേ. ഇവിടുത്തെ ആൻസറിലോട്ട് പോകുമ്പോൾ സി ഓപ്ഷൻ എന്താ നോക്കേ. ദ റേറ്റ് അറ്റ് വിച്ച് റിസർവ് ബാങ്ക് ഈസ് റെഡി ടു ബൈ ഓർ ഡിസ്കൗണ്ട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. അതാണ് ബാങ്ക് റേറ്റ്. സോ സി അല്ല ആൻസർ. നമ്മുടെ ചോദിച്ചേക്കുന്നത് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്തെന്നുള്ളതാണ്. ഇനി ഔട്ട് റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. സോ ഡി യു അല്ല ആൻസർ. എയും ബിയും സിമിലർ ആണ്. ഒൺലി വ്യത്യാസം ഈസ് ദാറ്റ് ഒന്നിന് ഫിക്സഡ് എന്ന് പറയുന്നു, അടുത്തതിൽ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നു. ദ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് RBI അബ്സോർബ്സ് ലിക്വിഡിറ്റി, ഇവിടെയും അബ്സോർബ്സ് ലിക്വിഡിറ്റി ഓൺ ആൻ ഓവർനൈറ്റ് ബേസിസ് ഫ്രം ബാങ്ക്സ് അഗെയിൻസ്റ്റ് കൊളാറ്ററൽ ഓഫ് എലിജിബിൾ. ബാക്കി എല്ലാം സെയിം ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇത് ഫിക്സഡ് എന്ന് പറയുന്നത് 2021 ഇത് ഫിക്സഡ് ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല, 22 ഫിക്സഡ് ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിലല്ല. കാരണം ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോളറൻസ് എന്നുള്ള മീനിങ് ആണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് 4% എന്ന് പറഞ്ഞിട്ട് അത് ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ 4 അല്ലല്ലോ, 2നും 6നും ഇടയ്ക്കല്ലേ. ഇപ്പം ഫിക്സഡ് ആണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പോ റേറ്റ് 6% എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.25-നും 6.25-നും ഇടയ്ക്കെന്നല്ലല്ലോ അർത്ഥം. ടോളറൻസ് ഇല്ലല്ലോ എന്ന് വെച്ചാൽ 6 പറഞ്ഞാൽ 6 ആണ്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ടെങ്കിൽ അത് 5.25% ആണെങ്കിൽ 5.5-നും 6-നും ഇടയ്ക്കെന്നല്ലല്ലോ അർത്ഥം. 5.25 എന്ന് പറഞ്ഞാൽ 5.25 ആ നിലയ്ക്കാണ് ഫിക്സഡ്. ഫ്ലെക്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചാണ്, അല്ലെ ടോളറൻസ് വരികയാണ്. ഇത് നിങ്ങൾ ഏത് ഫിക്സഡുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ RBIയുടെ കേസിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിക്സഡുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. ഇതൊരു താൽക്കാലിക അറേഞ്ച്മെൻ്റ് ആണ്, അത് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? 5 പറഞ്ഞാൽ 5, 5.5 പറഞ്ഞാൽ 5.5. പക്ഷേ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ് 4 പറഞ്ഞാൽ 4 അല്ലല്ലോ. അവിടെ ടോളറൻസും ഫ്ലെക്സിബിലിറ്റി ഇല്ലേ? 4 പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരുന്നത്? 2 തൊട്ട് 6 വരല്ലേ. അതുപോലെ ഫ്ലെക്സിബിൾ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് എന്ത് വരുന്നത്? ഓപ്ഷൻ എ വരുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കേ. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടേ? ശ്രദ്ധിച്ചേ. ബെസ്റ്റ് പോളിസി കോമ്പിനേഷൻ ടു റെഡ്യൂസ് മണി സപ്ലൈ ഇൻ ദ എക്കണോമി. അബ്സോർപ്ഷൻ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ കോമ്പാറ്റീവ് അല്ലേ. അപ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ എന്തും കുറയണം, റിപ്പോ റേറ്റും കുറയണ്ടേ. റിപ്പോയും റിവേഴ്സ് റിപ്പോയും ലിങ്ക്ഡ് അല്ലേ. പഴയ കേസ് വിട്, അല്ല ഇപ്പോഴത്തെ കേസ് വിട്, ജനറലി സ്പീക്കിംഗ് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ കുറഞ്ഞാലല്ലേ റിവേഴ്സ് റിപ്പോ കുറയത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോ കുറയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ അല്ലേ. ഇഞ്ചക്ഷൻ അല്ലല്ലോ, അബ്സോർപ്ഷൻ അല്ലേ വെച്ചേക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൂടെ? ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കേ. റിപ്പോ റേറ്റ് കൂട്ടുക, അബ്സോർപ്ഷൻ അല്ലേ. റിപ്പോ റേറ്റ് കൂടുന്നതനുസരിച്ച് ബാക്കി റേറ്റ് എല്ലാം കൂടത്തില്ലേ, കാരണം റിപ്പോ ആയിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഇനി റിസർവ് റേഷ്യോ കൂട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും ക്രോസ് ഓഫ് മണി റിസർവ് മണി ആയിട്ട് മാറുകയല്ലേ, അബ്സോർപ്ഷൻ അല്ലേ. ഓപ്പൺ മാർക്കറ്റ് സെയിൽ ഓഫ് ബോൺസ്, വിറ്റ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പൈസ RBIക്ക് കിട്ടുമല്ലേ, RBIയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ ചിന്തിക്കേണ്ടേ, അബ്സോർപ്ഷൻ അല്ലേ. സോ ആൻസർ ഏതാടേ? ആൻസർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് തെറ്റും നോക്ക്. റിപ്പോ റേറ്റ് കുറച്ചാൽ ഇഞ്ചക്ഷനാണ്, ബാങ്ക് റേറ്റ് കുറച്ചാൽ ഇഞ്ചക്ഷനാണ്, ഓപ്പൺ മാർക്കറ്റ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ്, അതും ഇഞ്ചക്ഷനാണ്. സോ സിയും തെറ്റാണ്. സോ ആൻസർ ഏതാണ്? ആൻസർ ഇതാണ്. ആൻസർ ഡി വരും. ഓക്കെ, ശ്രദ്ധിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ കറക്റ്റ് അബൌട്ട് RBI? RBIയെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന്. മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി, യെസ്. ഇൻഫ്ലേഷൻ ശരിയാണ്. മെയിൻറ്റെയിനിങ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ ദ സിസ്റ്റം, പ്രൊട്ടക്ടിങ് ഡിപ്പോസിറ്റേഴ്സ് മണി, CRR SLR ശരിയാണ്. ടു ഫെസിലിറ്റേറ്റ് എക്സ്റ്റേണൽ ട്രേഡ് ആൻഡ് പേയ്മെൻറ്റ്, യെസ്. എക്സ്റ്റേണൽ
ഫോറക്സിൻ്റെ കൺട്രോളറാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. വായിച്ചു നോക്കിയാൽ മതി, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ശരിയാണ്. മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി ശരിയാണ്. ഡെഫിസിറ്റ് ഫിനാൻസിങ് പബ്ലിക് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബഡ്ജറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, BOPയിൽ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെഫിസിറ്റ് ഫിനാൻസിങ്, ഞാൻ അവിടെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇത് മോണിറ്ററി പോളിസി അല്ല, ഇത് ഫിസ്ക്കൽ പോളിസിയാണ്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ മോണിറ്ററി പോളിസിയാണ്. ടാക്സേഷൻ ഫിസ്ക്കൽ പോളിസിയാണ്. സോ ആൻസർ ഏതൊക്കെ വരും? ആൻസർ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും വരും. അത് വരുന്ന ഓപ്ഷൻ ഏതാ? 1 and 3 ബി ആണ് ആൻസർ. RBIയുടെ മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. RBI ഷാൾ പബ്ലിഷ് മോണിറ്ററി പോളിസി വൺസ് ഇൻ എവറി 6 months. മോണിറ്ററി പോളിസി റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നത്. ബൈ മന്ത്ലി റിവ്യൂ അല്ല, അത് 2 months ഒരിക്കലാണ്. അതവിടെ നിൽക്കട്ടെ. ഗവർണർ ഓഫ് RBI ഇസ് ദ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് മോണിറ്ററി പോളിസി കമ്മിറ്റി. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. NPC കൺസിസ്റ്റ് ഓഫ് 7 members. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇതിൽ ഉറപ്പായിട്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? 3 വരുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. സോ ആൻസർ ഓട്ടോമാറ്റിക്കലി എന്തായി? ഓപ്ഷൻ A 1 and 2. അതിൽ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ പഠിക്കാൻ കിട്ടി. എന്താണ്? എല്ലാ 6 മാസം കൂടുമ്പോഴും RBI എന്ത് പബ്ലിഷ് ചെയ്യണം? മോണിറ്ററി പോളിസി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം. ഓക്കെ ഗൈസ്, സോ ഇതാണ് നിങ്ങൾക്ക് റീസെൻറ്റ് മോണിറ്ററി പോളിസീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പറോട് ഉണ്ട്. നോക്കേ, RBI is a member of IMF. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. RBI ആണ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? IMFൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മൾ ആ ഫോറക്സിൻ്റെ കസ്റ്റോഡിയൻ RBI അല്ലേ? സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. April 1, 1935. ഓക്കെ, ഫസ്റ്റ് RBI ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ഇന്ത്യക്കാരനായിട്ടുള്ള RBI ഗവർണർ മൂന്നാമത്തെ ഗവർണറായിട്ടുള്ള CD ദേശ്മുഖ്, ചിന്താമൻ ദ്വാരക്നാഥ് ദേശ്മുഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി RBI ദേശസാൽക്കരിക്കുന്ന സ്വാതന്ത്ര്യത്തിന് ശേഷം January 1, 1949 ആണ്. ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണറായിരുന്നത് RBI ഗവർണറും ഈ CD ദേശ്മുഖാണ്. ഓക്കെ, ചിന്താമൻ ദ്വാരക്നാഥ് ദേശ്മുഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി RBIയുടെ ഫിനാൻഷ്യൽ പോളിസി ഒന്ന് നോക്കണം. July 1 തൊട്ട് June 30 വരെയാണ്. സാധാരണ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ April 1 തൊട്ട് March 31 വരെയാണെങ്കിൽ RBIയുടെ ഫിനാൻഷ്യൽ ഇയർ July 1 തൊട്ട് June 30 വരെയാണ്. ഉഷ തൊറാത്ത് RBIക്ക് ഇതുവരെ ഒരു വനിതാ ഗവർണർ ഇല്ല. അതുകൊണ്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുമ്പം സോ ആൻസർ ഏത് വന്നടേ? ആൻസർ B ആണ് ശരി. ഓക്കെ, സോ ഓൾ ദ ക്വസ്റ്റ്യൻസ് ആർ ആക്ച്വലി സോൾവ്ഡ്. അപ്പം നിങ്ങൾ നന്നായിട്ട് ഇത് കാണുക, ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.